നമസ്കാരം. ശനിയുടെ വക്രഗതിയും അതുമൂലം ചില രാശികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഫലങ്ങളുമൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സെഗ്മെന്റിലെ മൂന്നാമത്തെ വീഡിയോയാണ്. ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഏഴര ശനിയിലൂടെ കടന്നു പോകുന്ന രാശികളെ പറ്റിയും കണ്ടക ശനിയിലൂടെ കടന്നു പോകുന്ന രാശികളെ പറ്റിയും പറഞ്ഞിരുന്നു. ഇത് അഷ്ടമ ശനിയെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോയാണ്. അഷ്ടമ ശനിയിൽ നിൽക്കുന്ന രാശിക്കാർക്ക് ശനി വക്രഗതിയിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുന്നത്, എന്തൊക്കെ ശ്രദ്ധിക്കണം, ദോഷപരിഹാരമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാവിധ വിവരങ്ങളും വിശദമായി തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുകയാണ്. 2026 ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള കാലഘട്ടത്തിലാണ് ശനി വക്രഗതിയിലേക്ക് സഞ്ചരിക്കുന്നത്. വക്രഗതി എന്നാൽ എന്താണ്? ഒരു ഗ്രഹം അതിൻ്റെ സാധാരണ സഞ്ചാരഗതിയിൽ നിന്നും മാറി ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായി നമുക്ക് തോന്നുന്ന പ്രതിഭാസമാണ് വക്രഗതി. ശനി വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ നൽകാനുള്ള തീവ്രതയും ശക്തിയും ഇരട്ടിക്കും എന്നാണ് പ്രമാണം. ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ഭയത്തോടെയും ജാഗ്രതയോടെയും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് അഷ്ടമശനി. നിലവിൽ ചിങ്ങക്കൂറിൽ ജനിച്ച ആളുകൾ, അതായത് മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർ ആണ് കഠിനമായ അഷ്ടമശനിയുടെ ദുരിതങ്ങളിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് കർമ്മഫലദാതാവായ ശനി ഭഗവാൻ വക്രഗതിയിലേക്ക് അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നത്. അഷ്ടമശനി കാലത്തെ ഈ വക്രഗതി ചിങ്ങക്കൂറുകാരെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? ഇത് നിങ്ങളുടെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുമോ അതോ വലിയൊരു ആശ്വാസമാണോ കൊണ്ടുവരാൻ പോകുന്നത്? ഈ കാലയളവിൽ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർ കരിയറിലും സാമ്പത്തികത്തിലും ആരോഗ്യത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ തടസ്സങ്ങളെയും ഭക്തിപൂർവ്വം മറികടക്കുവാൻ വേണ്ടി ചെയ്യാവുന്ന കൃത്യമായ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. നിങ്ങളുടെ നക്ഷത്രം ഏതായാലും തീർച്ചയായും അത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഈ ലോകം നന്നായിരിക്കട്ടെ, ഈ പ്രപഞ്ച ശക്തികളുടെ സർവ്വവിധ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനാണ്. സൂര്യനും ശനിയും തമ്മിൽ ജ്യോതിഷത്തിൽ ശത്രുതയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനി കാലം വരുമ്പോൾ അതിൻ്റെ തീവ്രത അല്പം കൂടും. മാനസികമായ കടുത്ത സമ്മർദ്ദം, എടുത്ത തീരുമാനങ്ങൾ പാളിപ്പോവുക, അനാവശ്യമായ തടസ്സങ്ങൾ എന്നിവ ഈ കാലത്ത് സാധാരണയായി സംഭവിക്കും. എന്നാൽ ശനി വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ദോഷഫലങ്ങൾ നൽകുന്നതിനുള്ള കടുത്ത വേഗതയ്ക്ക് അല്ലെങ്കിൽ കാഠിന്യത്തിന് ഒരു താൽക്കാലിക ബ്രേക്ക് വീഴുകയാണ്. ഇത് ശനി നൽകിയ പാഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും മുമ്പ് പരാജയപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ വിലയിരുത്തലുകൾ വരുത്തി മുന്നേറുവാനുമുള്ള ഒരു സുവർണ അവസരമായി ചിങ്ങക്കൂറുകാർ കാണണം. നമുക്ക് മുൻകാലങ്ങളിൽ പല തെറ്റുകളും വന്നിരിക്കാം. നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പല കാര്യങ്ങളും നമുക്ക് സംഭവിച്ചിരിക്കാം. ആ തെറ്റുകളെയൊക്കെ നമുക്ക് തിരുത്തുവാനുള്ള ഒരു അവസരം, അതാണ് ഈ വക്രഗതിയിലേക്കുള്ള ശനി ഭഗവാന്റെ സഞ്ചാരം. അത് മാത്രമല്ല, ശനി എന്ന് പറയുന്നത് ഒരു ന്യായാധിപൻ കൂടിയാണ്. മുൻകാലങ്ങളിലെ നമ്മുടെ ചെയ്തികളുടെ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആകെ തുക കൂട്ടിക്കിഴിച്ച് ഒരു ഫലമാണ് നമുക്ക് എല്ലായ്പ്പോഴും ശനി ദോഷ കാലഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് നമ്മുടെ പ്രവർത്തികൾ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫലം ലഭിക്കും. അഥവാ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരികയില്ല. മറിച്ച് നമ്മൾ ദോഷകരമായ പ്രവർത്തികൾ, ദ്രോഹകരമായ പ്രവർത്തികൾ, നമ്മുടെ ജീവിത സപര്യകൾ വളരെ മോശമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന കഠിന പരീക്ഷണങ്ങളായിരിക്കും. ശനിയുടെ ആ കാലഘട്ടം നമ്മൾ കഠിനമായി കഷ്ടപ്പെടേണ്ടി വരും. നമ്മൾ മാത്രമല്ല, വരും തലമുറകൾ പോലും നമ്മുടെ പ്രവൃത്തി ദോഷത്തിൻ്റെ ഫലം പിൻപറ്റേണ്ട ഗതികേടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ നല്ല ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന, നല്ല പ്രവർത്തികൾ ചെയ്യുന്ന, നല്ല മനുഷ്യരായി ജീവിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അഷ്ടമ ശനി കാലത്ത് കഷ്ടപ്പെടുന്ന ചിങ്ങം രാശിക്കാർക്ക് കഠിനമായ ചൂടിൽ പെട്ടെന്നൊരു മഴ പെയ്യുന്നത് പോലെ ആശ്വാസകരമായ കാര്യങ്ങളാണ് ഈ വക്രഗതി സമ്മാനിക്കുന്നത്. ഈ സമയത്ത് ചിങ്ങക്കൂറുകാർ പൊതുവായി ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, ധനപരമായിട്ടുള്ളതാണ്. അപ്രതീക്ഷിതമായി വരാനിരിക്കുന്ന ചില സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം താൽക്കാലികമായിട്ടാണെങ്കിലും ഇപ്പോൾ ലഭിക്കും. എങ്കിലും പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനോ വലിയ തുകകൾ മറ്റുള്ളവർക്ക് കടം കൊടുക്കുവാനോ ഈ സമയം ഒരുങ്ങരുത്. 2, തൊഴിൽപരമായിട്ടുള്ളതാണ്. ജോലിയിൽ കടുത്ത സമ്മർദ്ദമുണ്ടാകാം.
സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം. നിങ്ങളുടെ പദവികൾ നിലനിർത്താൻ കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കഠിനമായ ശ്രമങ്ങൾക്ക് നമ്മൾ തയ്യാറായിരിക്കണം. 3. കുടുംബത്തിൽ ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളും സംസാരങ്ങളും, അത് നിങ്ങളുടെ സംസാരങ്ങളും പ്രവർത്തികളും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴുവാൻ സാധ്യതയുണ്ട്. ഈ 3 കാര്യങ്ങൾ അഷ്ടമശനി കാലത്ത് ചിങ്ങക്കൂറുകാർ മനസ്സിൽ വെച്ചേക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അതുകൂടാതെ അഷ്ടമശനി കാലത്ത് ഏറ്റവും കൂടുതൽ മാനസിക അസ്വസ്ഥതയും അനാവശ്യ ഭയങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഈ കൂറിലുള്ള മകർ നക്ഷത്രക്കാർ. പക്ഷേ ഈ വക്രഗതി അവർക്ക് വളരെ വലിയൊരു ആശ്വാസവും ആത്മീയ ഉണർവും സമ്മാനിക്കും. മുൻപ് ഇവരെ മാനസികമായി തളർത്തിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ വഴിത്തിരിവിലൂടെ ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ഔദ്യോഗിക രംഗത്ത് മാറ്റങ്ങൾ ശ്രമിക്കുന്നവർക്ക് ഈ സമയം പക്ഷേ അത്ര അനുകൂലമല്ല. നിലവിലുള്ള ജോലി കൃത്യമായി ചെയ്ത് തുടരുന്നതാണ് നല്ലത്. പിതൃസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് ഉചിതം. ആത്മീയ കാര്യങ്ങളിലുള്ള താല്പര്യം വർദ്ധിക്കുന്നത് വഴി ഇവർക്ക് മാനസികമായ, അതായത് ഈ മകർ നക്ഷത്രക്കാർക്ക് മാനസികമായ സമാധാനം കൈവരും. കേതുവിൻ്റെ സ്വാധീനമുള്ള ആത്മവിശ്വാസവും തൻ്റെ ഇടവും കൈമുതലായുള്ള മകർ നക്ഷത്രക്കാർക്ക് അഷ്ടമ ശനി കാലത്ത് ഏറ്റവും കൂടുതൽ മാനസിക അസ്വസ്ഥതകളും അനാവശ്യ ഭയങ്ങളും എങ്ങുമെത്താത്ത ചിന്തകളും അനുഭവിക്കേണ്ടി വരുന്നത് ഇവരാണ്. എന്നാൽ ശനി വക്രഗതിയിലേക്ക് നീങ്ങുമ്പോൾ വലിയൊരു ആശ്വാസത്തിൻ്റെ കാലം തന്നെയാണ്. ഔദ്യോഗിക രംഗത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇവരെ അലട്ടിയിരുന്ന വലിയൊരു പ്രതിസന്ധിക്ക് ഈ വക്രഗതി കാലത്ത് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ശമനമുണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഉണ്ടായ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് കുറവുണ്ടാകും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ ലഭിക്കും. നിലവിലുള്ള ജോലി പെട്ടെന്ന് രാജിവെച്ച് പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി ചാടിയിറങ്ങുന്നത് ഈ സമയത്ത് ബുദ്ധിയല്ല. കിട്ടുന്ന അവസരങ്ങൾ നന്നായി പഠിച്ചതിന് ശേഷം അനുയോജ്യമായതും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതുമായ പ്രയോജനകരമായ ജോലിയിലേക്ക് പോകാവൂ. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി അഥവാ ബിസിനസ്സോ സംരംഭമോ വലിയ പ്രയോജനകരമല്ലാത്ത രീതിയിലാണ് പോകുന്നത് എന്ന കാരണം കൊണ്ട് നിങ്ങൾ പുതിയൊരെണ്ണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ സംരംഭങ്ങൾക്ക്, നിങ്ങളുടെ കർമ്മരംഗത്തിന് മാറ്റം വരും. ഈ വക്രഗതിയിലേക്ക് ശനി സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിലവിലുള്ള രീതിയിൽ നിങ്ങൾ തുടർന്നാൽ പോലും സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും. കാരണം ഈ മകർ നക്ഷത്രക്കാർ ഉൾപ്പെടുന്ന ചിങ്ങം രാശിക്കാർ 8ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്, അഷ്ടമഭാവത്തിൽ. അതുകൊണ്ടാണ് അഷ്ടമ ശനി എന്ന് പറയുന്നത്. ഡിസംബർ 11 വരെ ഇവർക്ക് വക്രഗതിയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. അത് കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ, അതായത് 2027 ജൂൺ മാസത്തോടു കൂടി ശനി ഭഗവാൻ ഇവരുടെ 9ാം സ്ഥാനത്തേക്ക് മാറും. ഭാഗ്യസ്ഥാനമാണ്. അതുവരെ ഈ ചിങ്ങംകൂറുകാർ ഒന്ന് പിടിച്ചു നിന്നാൽ മതി. അത് കഴിയുമ്പോൾ ഇവർക്ക് സർവ്വവിധമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും അവസരങ്ങളും ഒക്കെ ഉണ്ടാകും. ഇവരുടെ ജീവിതം നന്നായി മെച്ചപ്പെടും. ജീവിതം മാറി മറിയും എന്ന് പറയുന്നത് ഇപ്പോഴാണ്. ഈ 9ാം ഭാവത്തിൽ വരുമ്പോൾ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ആ സമയത്ത് വൻ നേട്ടങ്ങളാണ്. അവർക്ക് മുൻകാലങ്ങൾ, അതായത് ഈ അഷ്ടമശനി കാലത്തോ അതിനു മുമ്പോ ഒക്കെ നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ അവർ അനുഭവിച്ച യാതനകൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ മാറി അവർക്ക് നഷ്ടപ്പെട്ടു പോയതോ അല്ലെങ്കിൽ അവർക്ക് നേടാൻ കഴിയാതിരുന്നതോ ആയ സകലമാന സ്വത്തുവകകളും ഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും 9ലേക്ക്, അതായത് ഈ ഭാഗ്യസ്ഥാനത്തേക്ക് ശനി ഭഗവാൻ വരുന്ന സമയത്ത് 2027 ജൂൺ മാസത്തോടു കൂടി സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകും. ഭാഗ്യസ്ഥാനത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അതുവരെ നിങ്ങളൊന്ന് പിടിച്ചു നിന്നാൽ മാത്രം മതി. ഒരു കാരണവശാലും വിഷമിക്കേണ്ട, നിരാശരാകേണ്ട, യാതൊന്നും ചിന്തിക്കേണ്ട. നല്ല മനസ്സോടുകൂടി, ഈശ്വര ഭക്തിയോടുകൂടി, സൽപ്രവൃത്തിയോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രം മതി. ധനപരമായി നോക്കുമ്പോൾ മകർ നക്ഷത്രക്കാർക്ക് ഈ വക്രഗതിയിലേക്ക് ശനി സഞ്ചരിക്കുമ്പോൾ വരാനിരുന്ന വലിയ ചില സാമ്പത്തിക തടസ്സങ്ങൾ അപ്രതീക്ഷിതമായി നീങ്ങും. എങ്കിലും പുതിയ നിക്ഷേപങ്ങൾക്കോ ആർക്കെങ്കിലും വലിയ തുകകൾ കടം കൊടുക്കാനോ ഈ സമയം നിങ്ങൾ മുതിരരുത്.
പണം കടം കൊടുക്കേണ്ടി വന്നാൽ അത് തിരികെ കിട്ടാൻ കടുത്ത ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കാര്യം നടത്തിക്കൊണ്ടു പോകാനുള്ള സാമ്പത്തികം നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്നും വക്രഗതിയിലേക്ക് ശനി മാറുമ്പോൾ ഉണ്ടായി തുടങ്ങും. അത് എടുത്ത് നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ ശ്രമിക്കുക. ഭാവിയിലേക്ക് നിങ്ങൾ കരുതി വയ്ക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ ആദ്യം സെക്യൂർ ആക്കിയതിന് ശേഷം മാത്രമേ മറ്റ് എന്തെങ്കിലും ചെയ്യാവൂ. അനാവശ്യമായി ദൂർത്തടിച്ച് കളയരുത്. പണം പാഴ്ചെലവാക്കി കളയരുത്. കുടുംബത്തിൽ പിതൃതുല്യരായ ആളുകളുമായി അല്ലെങ്കിൽ മുതിർന്നവരുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് രമ്യമായി സൗമ്യമായി പറഞ്ഞു തീർക്കുക. മുതിർന്നവരുമായി ഈ കാലഘട്ടത്തിൽ കലഹിക്കാൻ പോകരുത്. പാരമ്പര്യ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അതിലേക്ക് അനാവശ്യമായി ഇടപെടാതിരിക്കുവാൻ മകനക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ എടുത്തചാട്ടം കൊണ്ടോ ക്ഷിപ്രകോപം കൊണ്ടോ അനാവശ്യമായി അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ആ വസ്തുവകകൾ എത്തിച്ചേരുവാൻ വീണ്ടും കാലതാമസം ഉണ്ടാകും. അതുകൊണ്ട് രമ്യമായി സൗമ്യമായി മാത്രമേ ഇക്കാലത്ത് പെരുമാറാകൂ. മാനസികമായ സമ്മർദ്ദം കുറയുന്നത് വഴി നിങ്ങൾക്ക് ആരോഗ്യത്തിന് നല്ല ആശ്വാസം ലഭിക്കും. അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകളോ വിട്ടുമാറാത്ത തലവേദനയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായ പരിചരണം, ചികിത്സ ഒക്കെ ഉറപ്പാക്കണം. അടുത്തത് ശുക്രന്റെ സ്വാധീനമുള്ള ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന പൂരം നക്ഷത്രക്കാരാണ്. അഷ്ടമ ശനി കാരണം ഇവരുടെ സാമ്പത്തിക ഭദ്രതയും മാനസിക സമാധാനവും വലിയ രീതിയിൽ തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എന്നാൽ ശനിയുടെ ഈ വക്രഗതി ഇവരുടെ ജീവിതത്തിൽ ചില അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരും. ജോലിസ്ഥലത്ത് ഇവരുടെ കഴിവിനെയായി മറ്റുള്ളവർ അംഗീകരിച്ചു തുടങ്ങുന്ന സമയം. മുൻപ് പരാജയപ്പെട്ടു എന്ന് കരുതി ഉപേക്ഷിച്ചിരുന്ന പല പ്രോജക്റ്റുകളും ഈ സമയത്ത് വലിയ ലാഭത്തോടെ പുനരാരംഭിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ അല്ലെങ്കിൽ സംരംഭങ്ങളിൽ, ഔദ്യോഗിക മേഖലയിൽ, കർമ്മരംഗത്ത് പുതിയ പങ്കാളിത്തങ്ങൾ ഇവരെ തേടി വരും. വിദേശ യാത്രയ്ക്കോ വിദേശ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ്. അതിനുവേണ്ടി ശ്രമിച്ചാൽ മതി. കൃത്യമായി എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾക്ക് അത് സാധ്യമായി വരും. രേഖകളിലും കരാറുകളിലും ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ അത് പരിശോധിക്കണം. കൃത്യമാണോ എന്ന് പരിശോധിക്കുകയും നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു തലവേദനയാകുമോ എന്നും പരിശോധിച്ചതിന് ശേഷം മാത്രമേ രേഖകളിൽ ഒപ്പുവയ്ക്കുവാൻ പാടുള്ളൂ. കഴിഞ്ഞ കുറേ കാലമായി ആർക്കെങ്കിലും കൊടുക്കാനുള്ള കടങ്ങൾ വീട്ടിൽ തീർക്കുവാൻ സാധിക്കാതെ മനസ്സ് വിഷമിച്ചിരുന്ന പൂരം നക്ഷത്രക്കാർക്ക് ഈ വക്രഗതി കാലത്ത് അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ അപ്രതീക്ഷിതമായി തന്നെ എത്തും. കൈകളിലേക്ക് പണം വരും, നേട്ടങ്ങളുണ്ടാകും. ആഡംബര വസ്തുക്കൾക്കായി പക്ഷേ നിങ്ങൾ അനാവശ്യമായ പണം ചെലവഴിക്കുന്നത് പൂർണ്ണമായും നിയന്ത്രിക്കണം. കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ബാധ്യതകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണം നിങ്ങൾ കാലത്ത് ലഭിക്കുന്ന സാമ്പത്തികം വിനിയോഗിക്കുവാൻ. അതുപോലെ നാളേക്ക് വേണ്ടി, അതായത് ഭാവിയിലേക്ക് വേണ്ടി ഒരു മുതൽക്കൂട്ട് എന്ന നിലയിലും കുറേ ധനം നിങ്ങൾ സ്വരൂപിക്കേണ്ടതും അത്യാവശ്യമാണ്. കുടുംബത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ഇടപാടുകളിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടാകുവാൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സംസാരത്തിൽ വേണം നിയന്ത്രണം വേണ്ടത്. നിങ്ങൾ കൃത്യമായി ചിന്തിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂ. നല്ല ക്ഷമ പുലർത്തേണ്ട ഒരു സമയമാണ്. ഇല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് വിള്ളലുകൾ സംഭവിക്കാം. പഴയ സുഹൃത്തുക്കൾ നിങ്ങളുടെ നിഷ്കളങ്കത മനസ്സിലാക്കി തിരിച്ചു വരുന്ന സമയം കൂടിയാണിത്. ആരോഗ്യകാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയരുത്. കണ്ണ്, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ അല്ലെങ്കിൽ അലർജി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ ഭക്ഷണകാര്യത്തിലും യാത്രാവേളകളിലും കൃത്യത പാലിക്കണം. ഇനി ഉത്ര നക്ഷത്രക്കാരെ പറ്റിയാണ് പറയുന്നത്. ഉത്രത്തിൻ്റെ കാൽഭാഗമാണ് ഈ ചിങ്ങക്കൂറിൽ വരുന്നത്. ഉത്രത്തിൻ്റെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് സൂര്യൻ്റെ സ്വന്തം രാശിയിലാണ് ഇവർ ജനിച്ചത്. ഇവരുടെ ആത്മാഭിമാനത്തിനും അന്തസ്സിനും ക്ഷതമേൽക്കുന്ന ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി അഷ്ടമശനി കാലഘട്ടത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണിവർ. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, തൊഴിൽ സാഹചര്യങ്ങൾ, കർമ്മരംഗങ്ങളിലൊക്കെ തടസ്സങ്ങളൊക്കെ ആയി മനോവ്യത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഉത്തര നക്ഷത്രക്കാർക്ക് വക്രഗതി കാലയളവിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാം. ഇവരുടെ ഭാവി ശോഭനമാക്കാം. തടസ്സങ്ങളൊക്കെ മാറി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാകുവാൻ ശനി ഭഗവാൻ ഇവർക്കൊപ്പം സഹായിയായി ഉണ്ടാകുന്ന കാലം. ഔദ്യോഗിക രംഗത്ത് വലിയ മാറ്റത്തിന് ഈ വക്രഗതി സാക്ഷ്യം വഹിക്കും.
സർക്കാർ കാര്യങ്ങളിലോ നിയമപരമായ പ്രശ്നങ്ങളിലോ അകപ്പെട്ട് കിടക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. ജോലിസ്ഥലത്ത് മേലുദ്യോഗസ്ഥരുമായി ഉണ്ടായിരുന്ന കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാറ്റം വരും. നിങ്ങളുടെ സഹപ്രവർത്തകർ, സമൂഹം, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ പൂർണ്ണമായും നിങ്ങളെ തിരിച്ചറിഞ്ഞ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലമാണ് ഈ വക്രഗതിയിലേക്കുള്ള ശനി ഭഗവാന്റെ മാറ്റം. പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ നിങ്ങൾ ഒരു കാരണവശാലും മടി കാണിക്കേണ്ട. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് വരുന്ന നല്ല അവസരങ്ങളായി കാണുക. സ്വന്തമായി ബിസിനസ് സംരംഭങ്ങൾ, വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവർക്ക് വിപണിയിൽ അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ, തങ്ങളുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ സേവനങ്ങൾ, തങ്ങളുടെ കർമ്മങ്ങൾക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കുവാൻ, പേര് പ്രശസ്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. കർമ്മരംഗത്ത് പുതിയ സാധ്യതകളും വിജയവുമാണ് ഈ സമയത്ത് വരെ കാത്തിരിക്കുന്നത്. വിചാരിക്കാത്ത വഴികളിലൂടെ ധനാഗമം ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ചിന്തിക്കാത്ത പ്രവർത്തികൾ മൂലം ആർഭാടകരമായോ അല്ലെങ്കിൽ പാഴ്ചെലവായോ പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാമ്പത്തികപരമായ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യണം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ ഏർപ്പെടുമ്പോൾ, അത് ഭൂമി വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ രേഖകൾ കൃത്യമായി പരിശോധിക്കുവാൻ ഉത്തരം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചതിവ് പറ്റാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ധനം നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. സുഹൃത്തുക്കളുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. അത് ധനം കൊടുക്കുകയാണെങ്കിലും കടം വാങ്ങുകയാണെങ്കിലും അത് നിങ്ങളുടെ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുവാൻ ഇടയാകും. കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാന അന്തരീക്ഷം തിരിച്ചു വരും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതോടുകൂടി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. മക്കളില്ലാതെ സങ്കടപ്പെട്ടിരുന്ന ദമ്പതികൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഒരു പുത്രഭാഗ്യം ഉണ്ടാകുവാനുള്ള എല്ലാ യോഗങ്ങളും ഈ സമയത്തുണ്ട്. കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് തന്നെ ചികിത്സയ്ക്ക് ഏർപ്പാട് ചെയ്യണം. ശാരീരികമായി വലിയ ബുദ്ധിമുട്ടുകൾ ഈ ഉത്തരം നക്ഷത്രക്കാരെ ഈ സമയത്ത് അലട്ടില്ല. എങ്കിലും പ്രമേഹം, പ്രഷർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ കൃത്യമായ ചെക്കപ്പുകൾ നടത്തുവാൻ മടിക്കരുത്. മാനസികമായി വലിയൊരു സന്തോഷവും ആത്മവിശ്വാസവും ഈ വക്രഗതിയിലേക്കുള്ള ശനി ഭഗവാന്റെ മാറ്റം മൂലം ഉത്തരം നക്ഷത്രക്കാർക്കുണ്ടാകും. ദോഷപരിഹാരമായി, അതായത് അഷ്ടമശനിയുടെ ദോഷകാഠിന്യം കുറയ്ക്കാനും ശനി ഭഗവാന്റെ അനുഗ്രഹം നേടാനുമായി ചിങ്ങക്കൂറുകാർ ചെയ്യേണ്ട ഏറ്റവും ഫലപ്രദമായ പരിഹാരങ്ങൾ കൂടി പറയാം. ഒന്ന്, ശിവഭജനം. ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശംഖാഭിഷേകമോ ധാരയോ നടത്തുന്ന അഷ്ടമശനിയുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമാണ്. രണ്ടാമത്തെ കാര്യം, നീരാഞ്ജനം കൊളുത്തുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ശനി ഭഗവാന് എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്. 3, ശാസ്താഭജനം. അയ്യപ്പസ്വാമിക്ക് എള്ളുപായസം വഴിപാടായി നൽകുന്നതും ശനി ഗായത്രി മന്ത്രം ജപിക്കുന്നതും ദോഷശമനത്തിന് ഉത്തമം. 4മത്തെ കാര്യം, കാക്കയ്ക്ക് ആഹാരം നൽകുക എന്നതാണ്. ദിവസവും രാവിലെ കുളിച്ചതിന് ശേഷം കറുത്ത കാക്കകൾക്ക് എള്ള് ചേർത്ത ചോറ് നൽകുന്നത് ശനിപ്രീതിക്ക് വളരെ നല്ലതാണ്. ഇത് കൂടാതെ തന്നെ പൊതുവായുള്ള പരിഹാരം, അതായത് അന്നദാനം നൽകുക. അശരണരായവർ, പാവപ്പെട്ടവർ, രോഗികൾ, സാധു മൃഗങ്ങൾ, പക്ഷികൾ ഇവയ്ക്ക് ആഹാരമോ വെള്ളമോ നിങ്ങളാൽ കഴിയുന്ന വിധം ഒരു നേരത്തെയെങ്കിലും അത്രയും അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളിൽ താഴെയുള്ളവരെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ, അശരണരെ ഒന്നും നിങ്ങൾ ദ്രോഹിക്കരുത്. ഒരു സാധു ജീവജാലങ്ങളെയും ഉപദ്രവിക്കരുത്. തെരുവ് നായകൾ, അനാഥരായ പൂച്ചകൾ, അങ്ങനെയുള്ള പാവപ്പെട്ട ജീവികൾ, അവയ്ക്കെല്ലാം കഴിക്കാൻ ഒരു നേരത്തെ ആഹാരമോ കുറച്ച് വെള്ളമോ വെച്ച് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പക്ഷികൾ വന്ന് കുടിക്കുവാൻ ഇത്തിരി വെള്ളം, ധാന്യങ്ങൾ, ഇവയൊക്കെ നമ്മൾ കൊടുക്കുന്നതും പുണ്യം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഈ കാലയളവിൽ എന്നല്ല, ഒരു കാലത്തും നമ്മളെക്കാൾ താഴ്ന്ന നിസ്സഹായരായ, നിരാലംബരായ ഒന്നിനെയും ദ്രോഹിക്കാതിരിക്കുക. ശനിദോഷം ഏറ്റവും കഠിനമായത് ക്രൂരപ്രവർത്തികൾ ചെയ്യുന്നവരെയാണ്, കാപട്യം നിറഞ്ഞവരെയാണ്, കളവ് ചെയ്യുന്നവരെയാണ്, കളവ് പറയുന്നവരെയും പ്രവർത്തിക്കുന്നവരെയുമാണ്. ശനിക്ക് ഒരു കാരണവശാലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാത്തൊരു കാര്യമാണ് ഈ കളവ് ചെയ്യുക, ദ്രോഹപ്രവർത്തികൾ ചെയ്യുക എന്നത്. അങ്ങനെയുള്ളവരെ ശനി ദോഷകാലത്ത് ശനി ഭഗവാൻ ഭയങ്കരമായി പരീക്ഷിക്കും. അത് മനസ്സിൽ വെച്ചേക്കുക. എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടുകൂടി സഹജീവികളോട് കരുണാർദ്രമായി പെരുമാറി അങ്ങനെ ഈ ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് നല്ല മനസ്സും പ്രവൃത്തിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയാൽ മാത്രം മതി. ഈ അഷ്ടമശനിയുടെ സർവ്വദോഷങ്ങളും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. അതുമാത്രമല്ല,
വക്രഗതിയിലേക്ക് ശനി ഭഗവാൻ സഞ്ചരിക്കുന്ന കാലത്ത് സർവ്വ സൗഭാഗ്യങ്ങളും കടാക്ഷങ്ങളും നിങ്ങളിലേക്ക് ശനി ഭഗവാൻ ചൊരിയും. അത് കഴിഞ്ഞാലും 2027 ജൂൺ മാസത്തോടു കൂടി ശനി ഭഗവാൻ 9ലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ കാലമാണ് വരാൻ പോകുന്നത്. അതുകൂടി കരുതി നിങ്ങൾ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ആരോഗ്യ സൗഖ്യങ്ങളും ഈ പ്രപഞ്ച ശക്തികൾ നൽകട്ടെ. ശനി ഭഗവാൻ നിങ്ങളിൽ കരുണാമയനായി എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പുതിയ ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.